രാഹുൽ ഗാന്ധി അമേത്തി വിട്ട് വയനാട്ടിലേക്ക് വരുന്നു എന്നുള്ളത് ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ തോൽവി സമ്മതിച്ചു എന്നതിൻ്റെ തെളിവാണ്. അമേത്തിയിൽ പോലും കോൺഗ്രസ് സുരക്ഷിതമല്ല എന്ന് വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നത്. ഇത് പരാജയ ഭീതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വയനാട്ടിലേക്കുള്ള, ഉത്തർപ്രദേശിൽ നിന്ന് വയനാട്ടിലേക്ക് വരാനെടുത്ത തീരുമാനം. മറ്റൊന്ന്, ഇത് എ ഗ്രൂപ്പിന് ഉമ്മൻചാണ്ടിക്കെതിരായൊരു തിരിച്ചടിയാണ്. ഉമ്മൻചാണ്ടി നിർബന്ധിച്ചിട്ടാണ് സിദ്ദിഖിനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ഇതിൽ ഐ ഗ്രൂപ്പിന് അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തിയുള്ള ഐ ഗ്രൂപ്പുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് സിദ്ദിഖിനെ മാറ്റുന്നത്. സിദ്ദിഖ് എല്ലാ പ്രചരണവും അവിടെ ആരംഭിച്ചു കഴിഞ്ഞതാണ്. ഈ സിദ്ദിഖിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ഐയും എയും തമ്മിലുള്ള കലാപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫലമായി ഐ ഗ്രൂപ്പ് രഹസ്യയോഗം ചേർന്ന് വിവിധ മണ്ഡലങ്ങളിൽ ഐ ഗ്രൂപ്പുകാർ എതിർ പ്രചരണത്തിന് തീരുമാനിച്ചപ്പോൾ അത് മനസ്സിലാക്കി ഡൽഹിയിലിരുന്നു കൊണ്ട് ഐ ഗ്രൂപ്പിൻ്റെ ചുവട് വലിക്കുന്ന KC വേണുഗോപാലൻ നടത്തിയൊരു ഇടപെടലാണ് ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. ഇത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ കലാപം മൂർച്ഛിക്കാനാണ് പോകുന്നത്. ഇത് അവരുടെ ആത്മവിശ്വാസം കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്നതാണ് അമേത്തിയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള ഈ സ്ഥാനാർത്ഥിത്വം വ്യക്തമാക്കുന്നത്. ഞങ്ങൾക്ക് നല്ല നിലയിൽ അവിടെ കേന്ദ്രീകരിക്കാൻ സാധിക്കും. വയനാട്ടിൽ ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 20,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ തോറ്റ മണ്ഡലമാണ് വയനാട്. അവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് 19,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ വയനാട്ടിലുള്ളൂ. അതുകൊണ്ട് വയനാട്ടിൽ ശക്തമായ മത്സരം ഇടതുപക്ഷ മുന്നണിക്ക് നടത്താൻ സാധിക്കും. ഇടതുപക്ഷ മുന്നണി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ഭയപ്പെടുന്നില്ല. ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ശക്തമായി കേന്ദ്രീകരിക്കാൻ വയനാട്ടിൽ ഇടതുപക്ഷ മുന്നണിക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഇടതുപക്ഷ പ്രവർത്തകന്മാർ വയനാട്ടിൽ രംഗത്തിറങ്ങും. കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ കവിഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇതിനകത്തുള്ളതായിട്ട് തോന്നുന്നില്ല. ഈ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിലുള്ള മൊത്തത്തിലുള്ള UDFന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അല്ല, അപ്പോൾ എല്ലാ കോൺഗ്രസ്സുകാരും വയനാട്ടിലേക്ക് വരൂലേ? അപ്പോൾ മറ്റു മണ്ഡലത്തിൽ അവരുടെ പ്രവർത്തനം ദുർബലമാവില്ലേ? അപ്പോൾ ഞങ്ങൾക്ക് നല്ലതല്ലേ? 19 മണ്ഡലത്തിലുള്ള കോൺഗ്രസ്സുകാരും വയനാട്ടിലേക്ക് വരും. മറ്റ് മണ്ഡലം ഞങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിലെ കോൺഗ്രസിന് ദോഷമായിരിക്കും രാഹുൽ ഗാന്ധിയുടെ. സ്വാഭാവികമല്ലേ, ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നാൽ അവർ ഇതിനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ? ഇനി രാഹുൽ ഗാന്ധി അവിടെ പരാജയപ്പെടുന്നൊരു സ്ഥിതി വന്നാൽ ഈ കേരളത്തിൽ ഉമ്മൻചാണ്ടിക്കും മറ്റുള്ള ആൾക്കും പിന്നെ നിലനിൽപ്പുണ്ടോ? അതുകൊണ്ട് അവരെല്ലാം വയനാട്ടിലേക്ക് പോകും. അതുകൊണ്ട് മറ്റ് 19 മണ്ഡലം ഞങ്ങൾക്ക് വിട്ടുതന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയിൽ അവർ കേന്ദ്രീകരിക്കട്ടെ, അവിടെ ഞങ്ങളും അവിടെ കേന്ദ്രീകരിക്കും വയനാട്ടിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കണം. പ്രധാന പ്രശ്നം ഇതാണ്. 2 മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഒന്ന് അമേത്തിയും വയനാട്ടിലും. ഈ 2 സ്ഥലത്തും ജയിച്ചാൽ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം രാജിവെക്കും. ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അത് അവിടെ പ്രശ്നം കാരണമാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. ഇവിടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരില്ല. അവിടെ അമേത്തി 2 സ്ഥലത്ത് ജയിച്ചാൽ അത് രാഹുൽ ഗാന്ധി ആദ്യം പറയണം. ജയിച്ചാൽ ഇവിടെയാണ് അദ്ദേഹം നിൽക്കുക. അത് അമേത്തി പൂർണ്ണമായിട്ട് തോൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ അദ്ദേഹം ഇങ്ങോട്ട് പോകുന്നത് എന്ന് കോൺഗ്രസ് പറയട്ടെ.